നമസ്കാരം. വിജയന്റെ ഒരു ദശാബ്ദം നീണ്ട ഭരണം കൊണ്ട് ഈ നാട് പിറകോട്ട് പോയപ്പോൾ അതിൽ ഏറ്റവും അധികം ദുരിതം അനുഭവിച്ചത് ആരെ എന്ന ചോദ്യത്തിന് ഉത്തരം ഒരു കടങ്കഥയായി മാറും. കാരണം എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദുരിതം അനുഭവിച്ചവരാണ്. ഒരാളുടെ ദുരിതം മറ്റൊരാളുടെ ദുരിതവുമായി ചേർന്ന് നിൽക്കുന്നതാണ്. ഓപ്പറേഷൻ തൂഫാനിന്റെ റിസൾട്ട് കാണുമ്പോൾ ഞാൻ പറയാറുണ്ട്, പിണറായി ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം കേരളത്തെ ഒരു ലഹരി മാഫിയ സങ്കേതമാക്കി മാറ്റി എന്നതാണെന്ന്. പോലീസിനെ ലഹരി മാഫിയെ കൈകാര്യം ചെയ്യാൻ ധൈര്യമുണ്ടായിരുന്നില്ല. ഏതെങ്കിലും ഒരു ഉത്തരവാദിത്വമുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ലഹരി മാഫിയക്കെതിരെ നിലപാടെടുത്താൽ ആ ലഹരി മാഫിയയ്ക്ക് ഡിവൈഎഫ്ഐയുടെ SFIയുടെ ബന്ധമുള്ളതുകൊണ്ട് അവന്റെ പദവി തെറിയിക്കുന്നത് പതിവായിരുന്നു. കോതമംഗലത്തെ മഹീൻ എന്നു പേരുള്ള ഒരു SIയുടെ അനുഭവം മാത്രം മതി അതിന് ഉദാഹരണമായി. അവിടെ നിരന്തരമായി SFIക്കാരുടെ നേതൃത്വത്തിൽ ലഹരി കച്ചവടം നടക്കുകയും ലഹരിക്ക് അടിമയായി അവർ അഴിഞ്ഞാടുകയും ചെയ്യുന്നു എന്ന് തിരിച്ചറിഞ്ഞ് രാത്രി പട്രോളിങ്ങിന് പോയി പലതവണ മുന്നറിയിപ്പ് കൊടുത്തിട്ടും അംഗീകരിക്കാതെ വന്നപ്പോൾ ഒരാളെ പിടിച്ചുകൊണ്ടുപോയി. അയാൾ SFIക്കാരനായതുകൊണ്ട് തന്നെ നേതാക്കന്മാരെത്തി. അവർ പോലീസിനെ പരമാവധി പ്രകോപിപ്പിച്ചപ്പോൾ ഒരുത്തനെ ഉടുപ്പിൽ പിടിച്ച് ലോക്കപ്പിലേക്ക് ഇട്ടതിന്റെ വീഡിയോ അവർ പുറത്തെടുത്ത് റീൽസാക്കി മഹീനെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തി. ഇത്തരത്തിൽ എവിടെയൊക്കെ ലഹരി മാഫിയക്കെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ അവിടെയൊക്കെ ആ ഉദ്യോഗസ്ഥന്മാർക്ക് പണി കിട്ടുന്ന അവസ്ഥയിൽ ഉദ്യോഗസ്ഥർ പതിയെ പിന്മാറി. ഇതുതന്നെയായിരുന്നു CPM ലക്ഷ്യം വെച്ചത്. CPIMന് പരമാവധി ധനം സമ്പാദിക്കാൻ അവരുടെ കീഴ്ഘടകങ്ങൾക്ക് കൊടുത്ത ഒരു പ്രൊമോഷനായിരുന്നു ലഹരി കച്ചവടത്തിൻ്റെ മൊത്തവും ചില്ലറയുമായ കച്ചവടം. പാർട്ടി നേതൃത്വത്തിൽ ചിലർ തന്നെ കേരളത്തെ പലതായി കീറിമുറിച്ച് പല ഭാഗങ്ങളിലും മൊത്തക്കച്ചവടക്കാരായപ്പോൾ ഡിവൈഎഫ്ഐയിലെയും SFIയിലെയും നേതാക്കൾ ഇതിന് ചില്ലറ കച്ചവടക്കാരായി. അങ്ങനെയാണ് ഇന്ന് കണ്ട അവസ്ഥയിലേക്ക് നാട് മാറിയത്. കൊച്ചി പോലുള്ള മെട്രോ നഗരങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ലഹരി ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പടർന്നു പിടിച്ചിരിക്കുന്നു. ഗ്രാമപ്രദേശങ്ങളിലെ സ്കൂൾ കുട്ടികൾ പോലും ലഹരി ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയതുകൊണ്ടാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ അമ്മമാരുടെ കണ്ണീർ തുടയ്ക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് നിരത്തിലിറങ്ങേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ പിണറായി ഭരണത്തിൽ ഏറ്റവും അധികം ദുരിതം അനുഭവിച്ചിരുന്നത് അമ്മമാരായിരുന്നു എന്ന് പറയേണ്ടി വരും. എന്നാൽ ഞാൻ പറയും അല്ല, ചെറുപ്പക്കാരാണെന്ന്. ലഹരി മാഫിയയ്ക്ക് അടിമയായി പലരുടെയും ഭാവി തകർന്നുപോയി. ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ ലഹരിയുടെ ഇടനിലക്കാരായി ജീവിതം നശിപ്പിച്ചു. ഇതിലൊന്നും താല്പര്യമില്ലാതെ പഠനത്തിൽ ശ്രദ്ധിക്കുന്നവർക്ക് പരീക്ഷ എഴുതിയാലും മാർക്ക് കിട്ടാത്ത സാഹചര്യമുണ്ടായി. ആ പ്രതിസന്ധി മറികടന്ന് ജയിച്ചാൽ PSC വഴി ഉദ്യോഗം കിട്ടാത്ത അവസ്ഥ. ഇതെല്ലാം CPIM അവർക്ക് വേണ്ടി സംവരണം ചെയ്തു. ഗതികെട്ട് കുട്ടികൾ കൂട്ടത്തോടെ വിദേശത്തേക്ക് അവസരങ്ങൾ തേടിപ്പോയി. കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ നാടുവിട്ടത് ഇക്കഴിഞ്ഞ 5 വർഷത്തിനിടയിലാണ്. ഈ നാട് അത്രമേൽ അവർ വെറുത്തു മടുത്തു. പരീക്ഷകളുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വന്ന വാർത്തകളായിരുന്നു ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത്. ചിന്താ ജെറോമിനെ പോലുള്ളവർക്ക് വാഴക്കൊല എഴുതിയത് ആരാണെന്ന് അറിയില്ലെങ്കിലും സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് കിട്ടും. തെറ്റില്ലാതെ പൊതുവേദിയിൽ നിന്നുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്ത ചിന്താ ജെറോമിന് ഡോക്ടറേറ്റ് കൊടുക്കുന്നതിലേക്ക് ഒതുങ്ങുകയായിരുന്നു ഇവിടുത്തെ പരീക്ഷകൾ. ഏറ്റവും അധികം തിരിമറികൾ നടന്നത് കേരള യൂണിവേഴ്സിറ്റിയിലായിരുന്നു. എഴുത്തു പരീക്ഷയിൽ മിനിമം മാർക്ക് കിട്ടിയാലും ഇന്റേണൽ മാർക്കിന്റെ മാർക്ക് കൊണ്ട് വിജയിക്കാവുന്ന തരത്തിൽ ഇവിടുത്തെ പരീക്ഷാ സമ്പ്രദായം അഴിച്ചുപണതും എഴുത്തു പരീക്ഷയുടെ പ്രസക്തിയെ ഇല്ലാതാക്കി. പാർട്ടിക്കാർക്ക് വേണ്ടപ്പെട്ടവർക്ക് SFI നേതാക്കൾക്ക് ഇന്റേണൽ മാർക്ക് വാരിക്കോരിക്കൊടുത്ത് ഇവിടെ പരീക്ഷകളെ അട്ടിമറിച്ചു. പുതിയ സിൻഡിക്കേറ്റ് നിലവിൽ വന്നതിന് ശേഷം ഇതേക്കുറിച്ച് നടത്തിയ ഓഡിറ്റിംഗിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. LLB പരീക്ഷയിൽ ഒരേ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് 1 മുതൽ 14 വരെ റാങ്ക് കിട്ടുക. മറക്കരുത്, ആ കോളേജിലെ അധ്യാപകനായിരുന്നു പരീക്ഷയുടെ തലവൻ. ഇതിനിടയിലാണ് റീവാല്യുവേഷന്റെ പേരിൽ തട്ടിപ്പ് പുറത്തു വരുന്നത്. കേരള യൂണിവേഴ്സിറ്റിയിലെ LLB വിദ്യാർത്ഥികളിൽ 292 പേർ റീവാല്യുവേഷൻ അപേക്ഷിച്ചപ്പോൾ 231 പേർക്കും മാർക്ക് കൂടുതൽ കിട്ടി. സാധാരണഗതിക്ക് പരീക്ഷ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കുന്നതിൽ 10% താഴെയാണ് മാർക്ക് കൂടുതൽ കിട്ടുന്നത്. 20% കൂടുതൽ കിട്ടിയാൽ വീണ്ടും പരീക്ഷ വാല്യൂ ചെയ്യണമെന്നാണ് നിയമം. എന്നാൽ പലയിടങ്ങളിലും 50%-ലധികം മാർക്കാണ് കിട്ടിയത്. ഇതോടുകൂടി സിൻഡിക്കേറ്റ് വിദഗ്ധ സമിതിയെ വെച്ച് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒന്നുകിൽ പരീക്ഷയുടെ മൂല്യനിർണ്ണയം നടത്തിയവർ ഈ പരീക്ഷയ്ക്കൊന്നും കാര്യമില്ല, മാർക്ക് വേറെ രീതിയിലാണ് കൊടുക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ഒട്ടും ഗവനിക്കാതെ മാർക്കിട്ട് പോയി. അല്ലെങ്കിൽ പരീക്ഷ എഴുതാത്തവരെ പുനർമൂല്യനിർണ്ണയത്തിലൂടെ ജയിപ്പിച്ചെടുത്തു. ഏറ്റവും അധികം തട്ടിപ്പ് നടത്തുന്നത് ഈ റീവാല്യുവേഷനിലാണ്. പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞ നേതാക്കന്മാർ കോപ്പി അടിക്കാൻ സാഹചര്യമില്ലെങ്കിൽ അവർ റീവാല്യുവേഷൻ അപേക്ഷിക്കും. റീവാല്യുവേഷനിലെ മാർക്കിലൂടെ അവർ ജയിച്ച് കയറും. ഇതൊക്കെ ഇപ്പോൾ അന്വേഷിക്കുകയാണ്. ഇത്തരത്തിൽ എത്രയെത്ര തട്ടിപ്പുകളാണ് നടന്നിരിക്കുന്നത്. KS പരീക്ഷയിൽ ജയിച്ച് കയറിയവരുടെ സ്ഥിതി പോലും ദയനീയമായിരുന്നു. PSC എന്ന നോക്കുകുത്തി മെറിറ്റിനെ അട്ടിമറിക്കാൻ വേണ്ടി മാത്രം സമയം തപ്പിക്കൊണ്ടിരുന്നു.
ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം ഞെട്ടിക്കുന്ന അട്ടിമറിയാണ് PSCയിൽ നടന്നതായി കണ്ടെത്തിയത്. ഗവർണർ PSCയെ പിരിച്ചുവിടാനുള്ള സാധ്യത ആരാഞ്ഞുകൊണ്ടിരിക്കുന്നു. ആദ്യം PSC ചെയർമാനെയും പിന്നീട് PSC സെക്രട്ടറിയും വിളിച്ചു വരുത്തി ഗവർണർ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഇനി PSC മെമ്പർമാരെയും വിളിച്ചു വരുത്തുമെന്നാണ് റിപ്പോർട്ട്. ചുരുക്കി പറഞ്ഞാൽ മെറിറ്റിനെ പൂർണ്ണമായും 10 വർഷം കൊണ്ട് CPIM പുറംപോക്കിലേക്ക് തള്ളിവിട്ടു. പരീക്ഷ എഴുതിയാൽ ജയിക്കില്ല. ആദ്യം ജയിക്കണമെങ്കിൽ പാർട്ടിക്കാരുടെ പിന്തുണ വേണം. PSC പരീക്ഷ എഴുതിയാൽ മെറിറ്റിൽ ജോലി കിട്ടില്ല. അത് അട്ടിമറിച്ച് പാർട്ടിക്കാർക്ക് വേണ്ടി കൊടുക്കും. ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇവർ ചെയ്തു കൂട്ടിയ ഇത്തരം വൃത്തികേടുകളല്ല ഇനി ഒരിക്കലും ഭരണം നഷ്ടപ്പെടില്ല എന്ന ആത്മവിശ്വാസത്തിൽ മെറിറ്റിനെ അട്ടിമറിച്ച് യുവതലമുറയെ ആട്ടിപ്പായിച്ചതിന് പരിഹാരമുണ്ടാക്കാൻ UDF സർക്കാർ ശ്രമിക്കുമ്പോൾ പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചം അകലെ കാണാം. ഒത്തുതീർപ്പിന് വഴങ്ങാതെ ഈ അഴിമതിക്കാരെ, വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും വഞ്ചിച്ച CPM കാപാലികരെ കാലപുരിക്ക് അയക്കുന്നത് വരെ വിശ്രമിക്കരുത് എന്നാണ് VD സതീശനോട് അഭ്യർത്ഥിക്കാനുള്ളത്.